യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നു എന്ന വാർത്ത. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന 2 യുക്രൈൻ ഉദ്യോഗസ്ഥന്മാർ പിടിയിലായി. റഷ്യയിൽ നിന്ന് വൻ തുക കൈപ്പറ്റിയിട്ടാണ് ഈ ശ്രമം നടന്നത് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പി ജെയിംസ് വിശദാംശങ്ങളുമായി ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ സെലൻസ്കിക്ക് അദ്ദേഹത്തിന്റെ മുകളിൽ ഇങ്ങനെ കൊലപാതകത്തിന്റെ ശ്രമങ്ങളൊക്കെ എപ്പോഴും തൂങ്ങിക്കിടക്കുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ വിവരം വരുന്നുണ്ടല്ലേ? SKN ഈ ലോക പ്രശസ്തനായിട്ടുള്ള ഒരാളായിട്ട് മാറിയ ആളാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഹാസ്യ നടനായിട്ടൊരു സീരിയലിൽ വന്ന് പിന്നീട് അധികം രാഷ്ട്രീയത്തിലിറങ്ങി ഒരുപക്ഷെ രക്ഷപ്പെടുത്തുന്ന നായകൻ എന്നുള്ളൊരു ഇമേജിലാണ് അദ്ദേഹം ഉക്രൈൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ച് കാണില്ല ഇത്രയും വലിയൊരു യുദ്ധത്തെ റഷ്യയെപ്പോലെ ഒരു മൈറ്റി എംപയറിനെ നേരിടേണ്ടി വരുമെന്ന് കണ്ടില്ലായിരിക്കും. പക്ഷേ ആ ഹാസ്യ നടൻ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നേതാവായി മാറിയിരിക്കുന്നു. അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും കട്ടയ്ക്ക് വിലപേശി ആയുധങ്ങൾ വാങ്ങിച്ചെടുക്കുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. ശ്രമം നടന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ്സിനെ അംഗരക്ഷകരെയൊക്കെ നിയന്ത്രിക്കുന്ന 2 ഉദ്യോഗസ്ഥന്മാർ, ഒരാൾ കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനടക്കം അറസ്റ്റിലായിരിക്കുകയാണ്. അപ്പോൾ അത് വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, പുറത്തു വന്നിരിക്കുന്നതനുസരിച്ച് റഷ്യ പലതവണ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് വളരെ ശക്തമായിട്ട് നടത്തിയതാണ്. ലക്ഷക്കണക്കിന് ഡോളർ കൈക്കൂലി നൽകി ഈ ഉദ്യോഗസ്ഥന്മാരെ കീഴ്പ്പെടുത്തി വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് റഷ്യ നടത്തിയിട്ടുള്ളത്. റഷ്യൻ പ്രസിഡൻ്റായി ഈ മണിക്കൂറുകളിൽ അധികാരമേറ്റു റഷ്യൻ പ്രസിഡൻ്റായിട്ട് വ്ളാഡിമിർ പുടിൻ 5ാം തവണ. ആ സമയത്തിന് മുൻപ് ഇന്നോഗ്രേഷനുള്ള ഗിഫ്റ്റ് സമ്മാനം എന്ന നിലയിൽ വ്ളാഡിമിർ സെലൻസ്കിയുടെ തല, നമ്മൾ സാധാരണ രാജാവിൻ്റെയൊക്കെ കൊട്ടാരങ്ങളിൽ നമ്മളത് കേട്ടിട്ടുണ്ട്, എതിരാളിയുടെ തല കൊണ്ടുവന്ന് കാണിക്കുക, ഇതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ടാർഗറ്റ്. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് നടന്നത്. പക്ഷേ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന അംഗരക്ഷകരുടെയും അതുപോലെ തന്നെ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ആൾക്കാർ അത് കണ്ടെത്തി. ഇതിൽ വ്ളാഡിമിർ സെലൻസ്കിയെ മാത്രമല്ല SKN, അതിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് ചീഫായിട്ടുള്ള ബുധനോവ് അടക്കം അതുപോലെ തന്നെ സെക്യൂരിറ്റി ചീഫായിട്ടുള്ള ആളെയും ഇതോടുകൂടി കൊലപ്പെടുത്താനാണ് ലക്ഷ്യം വെച്ചിരുന്നത്. അതിന് ഒരുപാട് ഒരേ സമയത്ത് ഇവർ തങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം, അതുപോലെ തന്നെ മിസൈൽ ആക്രമണമൊക്കെ നടത്താൻ കൃത്യമായ സ്ഥലം പറഞ്ഞു കൊടുക്കുക. റഷ്യയുടെ ആക്രമണം വരും, ഇവർ കയറി അഥവാ ഇല്ലെങ്കിൽ ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതായിരുന്നു പ്ലോട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ആ പ്ലോട്ട് പരാജയപ്പെട്ടത് മാത്രമല്ല, ഇവരെ ചോദ്യം ചെയ്തെന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വ്ളാഡിമിർ സെലൻസ്കി ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്ന് റഷ്യ വെളിപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ഇത് നടക്കും എന്ന് കണ്ടുകൊണ്ട് കൂടിയായിരിക്കാം മുൻകൂട്ടി ഹിറ്റ് ലിസ്റ്റിൽ സെലൻസ്കിയുടെ പേരുണ്ടെന്ന് റഷ്യ വെളിപ്പെടുത്തിയത്. SKN ഓർക്കുന്നുണ്ടാവും, 2 വർഷം 3 മാസം മുമ്പ് ഈ യുദ്ധം 2022 ഫെബ്രുവരി 24 തുടങ്ങിയപ്പോൾ ആദ്യം ടാർഗറ്റ് ചെയ്തത് സെലൻസ്കിയുടെ കൊട്ടാരമായിരുന്നു. പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലേക്കാണ് മിസൈലുകൾ വന്ന് വീണത്. അദ്ദേഹത്തെ കൊലപ്പെടുത്താനായി പാരാ ട്രൂപ്പേഴ്സിനെ ഇറക്കി, അതൊക്കെ പരാജയപ്പെടുത്തി. അദ്ദേഹവും ഭാര്യയും മക്കളും, അലക്സാന്ദ്ര എന്ന ഭാര്യയും 2 മക്കളുമായി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് മിസൈൽ വന്ന് വീണു. തലനാരിഴയ്ക്കാണ് അന്ന് സെലൻസ്കി രക്ഷപ്പെട്ടത്. അപ്പോൾ സെലൻസ്കിയെ കൊലപ്പെടുത്തിയാൽ ഈ ഉക്രൈൻ തോൽക്കും എന്നുള്ളൊരു ചിന്തയിലാണ്. കാരണം അദ്ദേഹമാണ് യൂണിഫൈങ് ഫോഴ്സ് ഉക്രൈൻ്റെ ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തുക എന്ന ദൗത്യത്തിലേക്ക് റഷ്യ പോയിരിക്കുന്നു. ഇത് കവേഡിസാണ് അല്ലെങ്കിൽ ഭീരുത്വമാണ് എന്ന് സെലൻസ്കി പറയുന്നു. തോൽവിയുടെ ഭയം കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണ്. റഷ്യ അലക്സി നവൽനി അടക്കമുള്ളവരെയൊക്കെ കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിയ നേതാക്കളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് വ്ളാഡിമിർ സെലൻസ്കിയെ കൊലപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. SKN, ഈ നമ്മുടെ ഈ പാലസ്തീൻ ഭാഗത്തെ റഫായുടെ കവാടം ഈ സേന നമ്മുടെ ഇവർ പിടിച്ചെടുത്തു എന്ന രീതിയിൽ, ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന രീതിയിൽ വാർത്ത വരുന്നു. മാത്രമല്ല കുട്ടികളടക്കം 30 പേർ കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള യുദ്ധവാർത്തകൾ വരുന്നുണ്ട്. എന്താണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? SKN, വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വെടിനിർത്തലിന് ഹമാസ് അംഗീകാരം നൽകി എന്നുള്ള വാർത്ത വന്നപ്പോൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഹമാസ് ഇങ്ങനെ അംഗീകാരം നൽകുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചില്ല. ഇസ്രായേൽ ഭീഷണിപ്പെടുത്തി ഹമാസ് അംഗീകരിക്കാതിരിക്കട്ടെ എന്നാണ് വിചാരിച്ചത്. പക്ഷേ റഫേൽ ആക്രമണം നടത്തുന്നതിൻ്റെ തൊട്ടു മുമ്പ് 100,000 പേരോട് റഫയുടെ കിഴക്കൻ റഫയിൽ നിന്ന് മാറിപ്പോകാൻ, 20 കിലോമീറ്റർ ദൂരത്തേക്ക് മാറിപ്പോകാൻ ഇസ്രായേൽ പറഞ്ഞതോടെ ഒരു കാര്യം ഹമാസിന് മനസ്സിലായി, യുദ്ധം ഉറപ്പായി. 10 ലക്ഷം അഭയാർത്ഥികളടക്കം ഏതാണ്ട് 14 ലക്ഷം പേരുണ്ട് റഫ നഗരത്തിൽ. എന്താ പറയുക, തമ്പടിച്ച് വളരെ ഇതായിട്ടാണ്, തിങ്ങിക്കൂടിയാണ് ജനം കഴിയുന്നത്. അവിടേക്ക് വന്ന് ബോംബ് വീണാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ അപകടത്തിലാവുമെന്ന് UN
UN അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മുന്നറിയിപ്പ് നൽകിയത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഹമാസിൻ്റെ പദ്ധതി അംഗീകരിച്ചു എന്നുള്ള വാർത്ത വന്നിട്ടും അതൊന്നും കൂസാതെ ഇസ്രായേലിൻ്റെ ടാങ്കുകൾ ഉരുണ്ടു, അവർ അതിർത്തിയിലെത്തി. അവിടെ പാലസ്തീൻ ഭാഗത്തുള്ള റഫയുടെ അതിർത്തി കവാടം അവർ പിടിച്ചെടുത്തു. ഇനി ഈ എയ്ഡൊക്കെ സൈനികമായിട്ടുള്ള ഇതിൻ്റെ ഇടയിൽ തന്നെ ഫുഡ് ഭക്ഷ്യവസ്തുക്കൾ വന്നുകൊണ്ടിരുന്നത് ഈ റഫേൽ ഈ കവാടത്തിലൂടെയാണ്. അത് അടച്ചതോടെ ഈ ഗസയിലേക്കുള്ള വിതരണം ഭക്ഷ്യവസ്തുക്കൾ വരുന്നത് തടഞ്ഞിരിക്കുകയാണ്. പട്ടിണി അല്ലാതെ തന്നെ പട്ടിണിയാണ്. ഇനിയിപ്പോൾ പട്ടിണി മരണങ്ങൾ കൂടാൻ പോകുന്നു. അപ്പോൾ അവരൊരു സൂചനയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ആക്രമണത്തിൽ 30ഓളം പേർ കൊല്ലപ്പെട്ടു. അതിൽ 9 പേർ കുട്ടികളാണ്, 6 പേർ സ്ത്രീകളാണ്. അപ്പോൾ 15 പേർ 30 പേർ കൊല്ലപ്പെട്ടതിൽ പകുതിയോളം നിരപരാധികളായിട്ടുള്ള കുട്ടികളും സ്ത്രീകളും. ഇതുതന്നെയാണ് ഇതുവരെ കൊല്ലപ്പെട്ട ഏതാണ്ട് 35,000-ഓളം പേരിൽ 25,000-ഓളം പേർ സ്ത്രീകളും കുട്ടികളുമാണ്. കുട്ടികൾ മാത്രം 15,000 പേർ കൊല്ലപ്പെട്ടു. ഈ ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അതുകൂടിയാണ്. ഇതിനിടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ അവസാന നിമിഷവും നടക്കുന്നുണ്ട്. ഖത്തറും ഈജിപ്തും തമ്മിൽ ഹമാസുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ കെയ്റോയിലേക്ക് ഇസ്രായേലി സംഘം പോയിട്ടുണ്ട്. അവർ പറയുന്നത് ഹമാസ് ഞങ്ങൾ പറഞ്ഞ പദ്ധതിയല്ല ഹമാസ് അംഗീകരിച്ചത്. അപ്പോൾ ഇസ്രായേലുമായിട്ട് ഒരു വട്ടം കൂടി ചർച്ച നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ റഫേൽ ആക്രമണം നടത്തും. വലിയ രീതിയിലുള്ള ദുരന്തം, പൊളിറ്റിക്കൽ കലാമിറ്റി എന്നാണ് UN സെക്രട്ടറി ജനറൽ ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്നത്. SKN ഒരു രാഷ്ട്രീയ ദുരന്തം സംഭവിക്കും, ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ടാവും, ലക്ഷങ്ങൾ കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഐക്യരാഷ്ട്രസഭ തന്നെ നൽകിയിരിക്കുന്നു. SKN PP ജെയിംസ്, മറ്റൊരു കാര്യം, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം, ഒരു 1.5 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് സ്ഥാനപതി ഇന്ത്യയിൽ വരാൻ പോകുന്നു. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷം തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു സ്ഥാനപതി കാര്യാലയം ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. SKN ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം 1962 മുതൽ അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്കത് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ സംഘർഷം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്ന് മാത്രമല്ല 10,000-കണക്കിന് സൈനികരെ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും വിന്യസിച്ചിട്ടുണ്ട്. അവിടെ കെട്ടിട നിർമ്മാണം നടക്കുന്നു, സൈനിക ക്യാമ്പുകൾ പണിയുന്നു, വിമാനത്താവളങ്ങൾ പണിയുന്നു. ഒരു യുദ്ധമുണ്ടായാലുള്ള എല്ലാ തരത്തിലും ഇന്ത്യയും ചൈനയും സജ്ജമാവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ഇന്ത്യയിലേക്ക് പുതിയ ചൈനീസ് സ്ഥാനപതിയെ നിയമിച്ചിരിക്കുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന സ്ഥാനപതി പോയിട്ട് 1.5 വർഷമായി. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്നാണ്, പ്രത്യേകിച്ച് ഗാൽവൻ വാലിയിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഘടനത്തെ തുടർന്ന് ഇന്ത്യയുടെ 20 സൈനികർ വീരമൃത്യു പ്രാപിക്കുകയും ചൈനയുടെ തന്നെ ഒരുപാട് പേർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ബന്ധം വഷളായത്. ഇപ്പോൾ ഈ നിയമിച്ച ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ഫ്രാൻസിലാണ്. അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഫ്രഞ്ച് പർവ്വത ഗ്രാമത്തിൽ രഹസ്യമായിട്ടുള്ള ചർച്ചകൾ നടന്നു. ഒരുപക്ഷെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു യൂറോപ്യൻ രാജ്യം ചൈനീസ് പ്രസിഡന്റ് സന്ദർശിക്കുന്നത്. 2018 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ചൈനയുമായിട്ട് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം യൂറോപ്പുമായി വ്യാപാര യുദ്ധത്തിലായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയന് നേതൃത്വം നൽകുന്ന ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോണുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കമാണ് ചൈന നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചയുണ്ടായി, ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ. പക്ഷേ അതിന് ചൈനീസ് പ്രസിഡന്റും ഫ്രഞ്ച് പ്രസിഡന്റും തമ്മിൽ യോജിച്ചില്ല. അവർ തമ്മിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. കാരണം ഞങ്ങൾ ആയുധങ്ങൾ നൽകില്ല എന്ന് പറയുന്നു, പക്ഷേ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കമ്പോണൻസ്, ഘടകങ്ങൾ റഷ്യക്ക് നൽകുന്നു ചൈന. അതിനെതിരെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ എതിർക്കുന്നത്. എന്തായാലും ചർച്ച മുന്നോട്ട് പോവുകയാണ്. അവർ വൈൻ കുടിച്ച് ആട്ടിറച്ചി തിന്നാണ് പർവ്വത ഗ്രാമത്തിൽ ആഘോഷിച്ചത് എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. SKN. താങ്ക് യു PP ജെയിംസ്. വിദേശ വാർത്തകളുമായി PP ഇനി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ ചേരും.